അമേരിക്കയുടെ വിദേശ നയങ്ങളെയും പശ്ചിമേഷ്യയിലെ അവരുടെ ഇടപെടലുകളെയും കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ലോക പ്രശസ്ത അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ ജെഫ്രി സാക്സ് രംഗത്തെത്തിയത് ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. പതിറ്റാണ്ടുകളായി പശ്ചിമേഷ്യയിൽ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്ന വാഷിംഗ്ടണിന്റെ തന്ത്രങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് മുൻപിൽ ഇറാൻ കാണിച്ച അസാധാരണമായ പ്രതിരോധം ഇതിന് അടിവരയിടുന്നു. മേഖലയിൽ സൈനികവും സാമ്പത്തികവുമായ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടും അതിനെയെല്ലാം അതിജീവിക്കാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ടെന്ന് ജെഫ്രി സാക്സ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ ഈ പ്രതിരോധ ശേഷി പശ്ചിമേഷ്യയിൽ അമേരിക്കൻ ശക്തിക്ക് കൃത്യമായ പരിധികളുണ്ടെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടി. സൂപ്പർ പവർ എന്ന പദവി ഉപയോഗിച്ച് ഏത് രാജ്യത്തെയും തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ വിദേശ നയങ്ങളെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതികളെയും സാക്സ് കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ട്രംപിന്റെ ചിന്തകൾ ഒരു ചക്രവർത്തിയുടെ ഭ്രമം മാത്രമാണെന്നും ഇറാന്റെ ശക്തമായ നിലപാടുകൾ ആ ഭ്രമത്തെ പൂർണ്ണമായും തരിപ്പണമാക്കിയെന്നും അദ്ദേഹം പരിഹസിക്കുന്നുണ്ട്. ലോകം മുഴുവൻ തന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ചലിക്കുമെന്ന ട്രംപിന്റെ ധാരണകൾക്ക് പശ്ചിമേഷ്യയിൽ വലിയ തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. വാഷിംഗ്ടണിന്റെ ദീർഘകാല ആഗോള മേധാവിത്വ തന്ത്രങ്ങൾ പരാജയത്തിന്റെ നിഴലിലാണെന്ന വിലയിരുത്തലിലാണ് പ്രസംഗത്തിലുടനീളം അദ്ദേഹം പങ്കുവെക്കുന്നത്. സൈനിക ശക്തി ഉപയോഗിച്ച് മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്താമെന്ന അമേരിക്കയുടെ തന്ത്രം ഇനി അധികകാലം വില പോകില്ല. ഇറാനെ പോലൊരു രാജ്യം സാമ്പത്തിക പ്രതിസന്ധികളെ പോലും അതിജീവിച്ച് തങ്ങളുടെ പരമാധികാരം നിലനിർത്തുന്നത് ഇതിന് തെളിവാണ്. അമേരിക്കയുടെ പശ്ചിമേഷ്യൻ സഖ്യകക്ഷികളായ ഗൾഫ് രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന് ശക്തമായ ഒരു മുന്നറിയിപ്പും ജെഫ്രി സാക്സ് നൽകുന്നുണ്ട്. സുരക്ഷയ്ക്കായി അമേരിക്കയെ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോകുന്നത് അങ്ങേയറ്റം അപകടകരമായ ഒരു ചൂതാട്ടമാണെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിലെ മാറുന്ന സമവാക്യങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അമേരിക്ക നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നില്ല എന്ന സാക്സിന്റെ വാക്കുകൾ ഗൾഫ് നാടുകളിലെ ഭരണാധികാരികളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം മറ്റ് രാജ്യങ്ങളെ ഉപയോഗിക്കുന്നതാണ് അമേരിക്കൻ ചരിത്രം. ഒരു യഥാർത്ഥ പ്രതിസന്ധി ഘട്ടത്തിൽ സഖ്യകക്ഷികളെ കൈവിടാൻ വാഷിംഗ്ടണിന് യാതൊരു മടിയും ഉണ്ടാകില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അമേരിക്കയുമായി അമിതമായി അടുപ്പം പുലർത്തുന്ന രാജ്യങ്ങൾ പലപ്പോഴും അതിന്റെ വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ടെന്ന ചരിത്ര സത്യവും സാക്സ് ചൂണ്ടിക്കാണിക്കുന്നു. വാഷിംഗ്ടണിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പല ഭരണകൂടങ്ങളും പിൽക്കാലത്ത് വലിയ തകർച്ചകളെയാണ് അഭിമുഖീകരിച്ചിട്ടുള്ളത്. അമേരിക്കയുമായുള്ള പങ്കാളിത്തം ഒരു രാജ്യത്തിനും ശാശ്വതമായ സുരക്ഷയോ സമാധാനമോ നൽകില്ല. ഇറാന്റെ തന്ത്രപരമായ വളർച്ചയും ചൈന, റഷ്യ തുടങ്ങിയ ശക്തികളുമായുള്ള അവരുടെ പുതിയ സഖ്യങ്ങളും അമേരിക്കൻ അഹങ്കാരത്തിനേറ്റ കനത്ത പ്രഹരമാണ്. ഉപരോധങ്ങൾ വഴി ഇറാനെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ച അമേരിക്ക തന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായി പ്രതിരോധത്തിലായിരിക്കുന്നത്. ഒരു ഏകധ്രുവ ലോകക്രമം ഇനി സാധ്യമല്ലെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ജെഫ്രി സാക്സിന്റെ ഈ വിലയിരുത്തലുകൾ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വലിയ ആഭ്യന്തര ചർച്ചകൾക്ക് കാരണമായിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് ഡോളർ ഒഴുക്കി നടത്തുന്ന യുദ്ധങ്ങൾ അമേരിക്കയുടെ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയാണെന്ന വാദത്തിന് ഇത് ശക്തി പകരുന്നു. സ്വന്തം രാജ്യത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനു പകരം ആഗോള പോലീസ് ചമയാനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ വിദേശ നയത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമാണിതെന്ന് സാക്സിന്റെ പ്രസംഗം അടിവരയിടുന്നുണ്ട്. സുരക്ഷയ്ക്കായി പാശ്ചാത്യ ശക്തികളെ ആശ്രയിക്കുന്നതിന് പകരം പ്രാദേശികമായ സമാധാന ചർച്ചകൾക്കും ചൈന ഉൾപ്പെടെയുള്ള പുതിയ ആഗോള ശക്തികളുമായുള്ള ബന്ധങ്ങൾക്കും അവർ മുൻഗണന നൽകണം. ഇറാൻ പരസ്പരമുള്ള തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കുകയാണ് വേണ്ടത്. ട്രംപ് ഭരണകൂടം വിചാരിക്കുന്നത് പോലെ മിഡിൽ ഈസ്റ്റിലെ ഭൂപടം മാറ്റിവരയ്ക്കാൻ ഇനി അവർക്ക് സാധിക്കില്ല. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങാത്ത ഒരു പുതിയ രാഷ്ട്രീയ ബോധം പശ്ചിമേഷ്യയിൽ രൂപപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ പ്രതിരോധം മേഖലയിലെ മറ്റ് രാജ്യങ്ങൾക്കും ഒരു പുതിയ ദിശാബോധം നൽകുന്ന ഒന്നാണ്. റിഫത്ത് ജാവേദിനെ പോലുള്ള പ്രമുഖ അന്താരാഷ്ട്ര നിരീക്ഷകരും ജെഫ്രി സാക്സിന്റെ ഈ നിരീക്ഷണങ്ങളെ ശരിവെക്കുന്നുണ്ട്. അമേരിക്കയുടെ വിദേശ നയം അതിന്റെ ഏറ്റവും വലിയ പരാജയഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സഖ്യകക്ഷികളെ ഭയപ്പെടുത്തിയും ശത്രുക്കളെ ഉപരോധിച്ചും ഭരിക്കാമെന്ന വാഷിംഗ്ടണിന്റെ മോഹങ്ങൾക്കാണ് ഇവിടെ അന്ത്യം കുറിക്കുന്നത്. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധന്റെ ഈ സ്ഫോടനാത്മകമായ പ്രസംഗം വരാനിരിക്കുന്ന വലിയ ആഗോള രാഷ്ട്രീയ മാറ്റങ്ങളുടെ സൂചനയാണ്. അമേരിക്കൻ മേധാവിത്വം തകരുന്നതും ഒരു പുതിയ ബഹുധ്രുവ ലോകക്രമം രൂപപ്പെടുന്നതുമാണ് പശ്ചിമേഷ്യ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഈ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തങ്ങളുടെ നയങ്ങൾ തിരുത്താൻ അമേരിക്കയും അവരുടെ സഖ്യകക്ഷികളും തയ്യാറാകുമോ എന്നാണ് വരും ദിവസങ്ങളിൽ ലോകം ഉറ്റുനോക്കുന്നത്.